ഇത് എങ്ങനെയാണ് ഈ മോട്ടിവേഷൻ സ്പീക്കർ ആവണം എന്ന് ചെറുപ്പത്തില് എങ്ങനെ ആ ഒരു തോട്ട് വന്നത്? അതോ അറ്റ്ലീസ്റ്റ് അതിന് വേണ്ടിയിട്ട് എന്താണ്, എങ്ങനെയാണ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്? ഐ മീൻ മോട്ടിവേഷൻ സ്പീക്കർ ആയിട്ട് വരണം. ഡാഡി മോട്ടിവേഷണൽ സ്പീക്കറാണ്. അത് കണ്ടപ്പോ എനിക്ക് ഡാഡി ക്ലാസ് എടുക്കാൻ പോകുമ്പോ പലപ്പോഴും ആരും ഡാഡിനെ അറിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് പേർലി മാണി എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, ഇൻട്രൊഡക്ഷൻ വേണ്ട. പക്ഷെ അന്നൊക്കെ ഡാഡിക്ക് ഇന്നും ഡാഡി സെലിബ്രിറ്റി ആയിട്ടല്ലല്ലോ പോകുന്നത്. ഡാഡി സ്റ്റേജിൽ പോകുമ്പോ എല്ലാരും ഇങ്ങനെ ആരോ ഒരാള് സംസാരിക്കാൻ വേണ്ട ആ ഒരു മുഖം. ഡാഡി ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോ എല്ലാരും ഡാഡിയുടെ ഭയങ്കര ഫാൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. അന്നത്തെ കാലത്ത് എനിക്കത് ഭയങ്കരമായിട്ട് പലരും സ്റ്റേജിൽ നിന്ന് കരയും, സന്തോഷം കൊണ്ട് കരയും. എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഇന്ന് സ്റ്റേജിൽ കയറി മാണി സർ താങ്ക് യു എന്ന് പറയും. അന്ന്